ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പെരുമ്പാവൂരിലൊരു തീപിടുത്തമുണ്ടായി. പെരുമ്പാവൂരിലെ ആ തീപിടുത്തത്തിൻ്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പെരുമ്പാവൂർ പ്ലൈവുഡ് കമ്പനിയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഇതിനോടകം ഉണ്ടായതാണ് പ്രാഥമിക വിവരം. എപ്പോഴത്തേക്കാണ് ആ തീപിടുത്തം ഉണ്ടായതാവോ നമുക്കത് അറിയേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് ഇത് തീ പിടിച്ചു തുടങ്ങിയത്, തീ പടർന്നു തുടങ്ങിയത്, തീ കൂടുതൽ രൂക്ഷമായി അവിടെ കത്തി പടരാൻ തുടങ്ങിയത്, അങ്ങനെ നിരവധി വിവരങ്ങൾ. ഇങ്ങനെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റൊക്കെ അങ്ങോട്ട് വരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂരിൽ പ്ലൈവുഡ് കമ്പനിയിലാണ് തീപിടുത്തം. പ്ലൈവുഡ് നമുക്കറിയാം, ഈ പ്ലൈവുഡിനെ സംബന്ധിച്ചൊക്കെ കത്തി പടരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കത്തി പടർന്നതാകാം, ചിലപ്പോൾ അടുത്തുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ കത്തി പടർന്നോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് പെട്ടെന്ന് വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയായിരിക്കും. ഇവിടെ പെരുമ്പാവൂരാണ് ഇങ്ങനെ ഒരു പ്ലൈവുഡ് കമ്പനിയിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായെന്നുള്ളതാണ്. ആളപായം ഉണ്ടായോ എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇത് ഈ ഒരു പ്ലൈവുഡ് കമ്പനി എവിടെയാണ്, അത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ അടക്കം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം റോഡിനോട് ചേർന്നുള്ള ലൊക്കേഷനിലൊക്കെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഗതാഗതം തടസ്സം വരെ രൂപപ്പെട്ടേക്കാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഗതാഗതത്തിനൊക്കെ തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായത്? ഒരു ഷോർട്ട് സർക്യൂട്ടാണ്. പൊതുവേ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് പ്രധാനമായും ഒരു കാരണമായി അവിടെ, അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. പിന്നീട് അത് സ്ഥിരീകരിക്കാറുമുണ്ട്. അത് ഷോർട്ട് സർക്യൂട്ടാണ് കൂടുതലും തീപിടുത്തങ്ങൾക്കുമൊക്കെ, ഒരു കമ്പനികളിലൊക്കെ ഒരു തീപിടുത്തത്തിനൊക്കെ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു ഷോർട്ട് സർക്യൂട്ടൊക്കെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇൻഷുറൻസൊക്കെ സാധാരണ കമ്പനികളൊക്കെ തന്നെ അത് സ്വീകരിച്ചു വരുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ, വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളൊക്കെ തന്നെ അതിന് വേണ്ട ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവില്ല. ഈ ഫയർഫോഴ്സ് നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാകാം ചിലപ്പോൾ ഫയർ ഈ ഒരു തീ കത്തിപ്പടരാനൊക്കെ സാഹചര്യമായത് എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ മുമ്പേ കണ്ടു. നമ്മളിവിടെ കൊച്ചിയിൽ ഇതേപോലെ ഈ സൗത്ത് പാലത്തിൻ്റെ അവിടെ ഇതേപോലെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടുത്തെ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒന്നും നേരത്തെ എടുത്തില്ല എന്നുള്ളത് തരത്തിലൊക്കെ ആയിരുന്നു അന്നൊക്കെ ആ വാർത്ത പിന്നീട് വന്നിരുന്നത്. ഇപ്പോൾ പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ പെരുമ്പാവൂർ പ്ലൈവുഡ് കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായ കാരണം നമുക്കറിയേണ്ടതുണ്ട്. ഏത് സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്, എത്രത്തോളം അത് കത്തിപ്പടർന്നു, എത്രത്തോളം നാശനഷ്ടമുണ്ടായി, അതിൽ ആളപായം ഉണ്ടായിട്ടുണ്ടോ, ആളപായം ഉണ്ടായിട്ടില്ലേ, ഇതൊക്കെ അറിയണം. അങ്ങോട്ട് എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി, അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്, ഏകദേശം തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചോ, അതോ ഇനിയും മണിക്കൂറുകൾ എടുക്കുമോ പൂർണ്ണമായും തീ അണയ്ക്കാൻ? ഇത് കാരണം, ഈ തീപിടുത്തം കാരണം അവിടെ ഒരു ഗതാഗത തടസ്സം ഉണ്ടായോ? ഇങ്ങനെയുള്ള നിരവധി വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പെരുമ്പാവൂരിൽ പ്ലൈവുഡ് കമ്പനിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അവിടെ വലിയ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഈ തീപിടുത്തം കാരണം തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്.